ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റിലുള്ള ചേമ്പും താളും മുരിങ്ങയിലയും വെച്ചിട്ടുള്ള കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു 5-6 ചേമ്പും തണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുരിങ്ങയിലയും എടുത്തിട്ടുണ്ട്. മുരിങ്ങയില എല്ലാം തണ്ടുമേന്ന് ഉരിയെടുക്കാം. അപ്പോൾ എല്ലാതും ഇതേപോലെ നമ്മൾ ഉരി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ചേമ്പും തണ്ട് നുറുക്കി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇവിടെ തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വട്ടത്തിൽ ചെറുതായിട്ടാണ് ഞാനിവിടെ നുറുക്കിയെടുക്കുന്നത്. ഇതേപോലെ എല്ലാതും നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നുറുക്കിയ ചേമ്പും താള് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 2-3 തവണ നന്നായി കഴുകി വെള്ളം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കറിവേപ്പിലയും കൂടിയും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായി ഇളക്കി ഇതൊന്ന് വാടി വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് നന്നായി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചേമ്പും താളാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ ചേർത്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇവിടെ ചേമ്പും താള് നന്നായി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുരിങ്ങയിലയാണ്. അപ്പോൾ ഞാനിവിടെ മുരിങ്ങയില ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മുരിങ്ങയില കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. മുരിങ്ങയില എല്ലാം നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൽ പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇത് ഇളക്കിയിട്ട് ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 3 ചുവന്നുള്ളിയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് അത്യാവശ്യം അരഞ്ഞ് കിട്ടിയാൽ മതി. വെണ്ണ പോലെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിവിടെ വേവിക്കാൻ വെച്ച ചേമ്പും താളും മുരിങ്ങയിലയും ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടിയും ഇതിൽ ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. തേങ്ങയെല്ലാം നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ ഒന്ന് ചൂടായി വരണം. തേങ്ങ ചൂടായി വരുന്ന വരെ ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി തീയെല്ലാം ഓഫ് ചെയ്ത് വയ്ക്കാം. ലാസ്റ്റ് ഇതിൽ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതേപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.